ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട വെച്ചുള്ള ഡിഷാണ്. നിങ്ങൾ തമിഴിൽ കണ്ടു കാണും. ഇത് മുട്ട ചിക്കി എടുക്കാന്ന് പറയത്തില്ല, നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക അങ്ങനെയാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. വെറും സ്ക്രാമ്പിൾ അല്ല ഇത്. ഇത് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. നമുക്കിത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. ഓഫ്കോഴ്സ് ബണ്ണോ ബ്രെഡോ നമുക്ക് അതിൻ്റെ അകത്ത് ബ്രെഡിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്ത് കഴിക്കാം. അതല്ല ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ നോർത്ത് ഇന്ത്യൻ കറിയായിട്ട് കഴിക്കാം. പിന്നെ ഇതിനെ നമുക്ക് പല വിധത്തിൽ ഈവൻ ചോറിൻ്റെ കൂടെ വരെ നമുക്കിത് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ ആക്കിയെടുക്കാം. ഭയങ്കര ഈസിയാണ്. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഒരു കറി റെഡി എന്ന് പറയത്തില്ലേ, അങ്ങനെയാണ്. അപ്പൊ പെട്ടെന്ന് വീട്ടിലാരെങ്കിലും കയറി വന്നു, നിങ്ങൾക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്തു നോക്കൂ. അവർക്ക് ഇഷ്ടമാവുകയും നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊന്ന് ചെയ്തു നോക്കൂ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ചാനൽ. ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, കമന്റും ചെയ്യണം. ഓക്കെ, അപ്പൊ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതിന് നമുക്ക് സവാളയാണ് വേണ്ടത്. സവാള ഒരെണ്ണം ചെറുതായിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ തക്കാളി ആണെങ്കിൽ ഒരു 2 തക്കാളി മതി, ചെറുതാണെങ്കിൽ ഒരു 3 എടുത്തോളൂ, കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5 മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഉള്ളി ഇട്ടു. ഉള്ളി ഒന്ന് വഴണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി വഴറ്റിയെടുക്കുക. അത് കഴിയുമ്പോൾ തക്കാളി അതിൻ്റെ അകത്തിടുക. എന്നിട്ട് അടച്ച് വെക്കുക. ഇതുപോലെ അടച്ചൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റോ 6 മിനിറ്റോ വെച്ച് കഴിയുമ്പോൾ തക്കാളി നല്ല വെന്ത് ഉടയണം. എണ്ണ ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞ് വരുമ്പോഴാണ് പൊടികളിട്ട് കൊടുക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മീറ്റ് മസാലയാണ്. ഒരു 3 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീറ്റ് മസാല ഇല്ല എന്നുള്ളവർ പേടിക്കേണ്ട, മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി, പ്ലസ് ഇച്ചിരി ഗരം മസാലയും. പിന്നെ മുളക് ഞാൻ വളരെ കശ്മീരി റെഡ് ചില്ലി പൗഡറാണ്, അതൊരു അര ടീസ്പൂൺ മതി. പിന്നെ നമുക്ക് ഇതിനകത്ത് കുരുമുളക് ഞാൻ ഇട്ടായിരുന്നു, കാണിച്ചില്ലായിരുന്നു. കുരുമുളകും കൂടി ഇട്ട് കൊടുത്തോളൂ. ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ടിട്ട് നമ്മൾ അതിനെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിൻ്റെ പൊടികളുടെ പച്ചമണം എല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ടും കൂടി ഇട്ട് കൊടുക്കണേ. മല്ലിയിലയുടെ തണ്ട് ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയുടെ തണ്ടും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന 5 മുട്ടയാണ്. 5 മുട്ട പൊട്ടിച്ച് അതും കൂടി ഉപ്പ് ആവശ്യത്തിന് അതിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുക മീൻസ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്, വലിയ പാടുള്ള പണിയൊന്നുമല്ല. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് നല്ലൊരു ഡിഷ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിനകത്ത് മല്ലിയില ഇടണോ വേണ്ടയോ എന്നുള്ള നിങ്ങളുടെ ചോയ്സാണ്. ഇനി മല്ലിയില വേണ്ട, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു നാടൻ ഡിഷാണ് വേണ്ടെങ്കിൽ കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇടുമ്പോൾ അതൊരു നാടൻ ഡിഷാവും. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷായി മാറും കേട്ടോ. നമ്മൾ പാവിൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കുന്നത്, ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇതിനെ മോഡിഫൈ ചെയ്യുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിനെ നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്ത് അത് ഒന്ന് കട്ടിയായി വരണം. കട്ടിയായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡി. എന്ത് എളുപ്പമല്ലേ! ഇത്ര എളുപ്പത്തിൽ തന്നെ എന്തെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ലാസ്റ്റിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് സ്ക്രാമ്പിൾ ആയിക്കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് നല്ല ഫ്രഷ് കരിവേപ്പിലല്ല മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വയ്ക്കുക. അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയിലയുടെ സ്വാദ്. മല്ലിയില ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം മല്ലിയിലയുടെ തണ്ട് ഞാൻ നേരത്തെ തക്കാളി വഴറ്റിപ്പോൾ ഇട്ടു, ഇപ്പം മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഡിഷ് റെഡി. ഇനിയും ഞാൻ ഇതിനെ കഴിക്കുന്നത് ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് വെച്ചിട്ടാണ് കഴിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഞാനത് ബ്രെഡ് എന്ന് പറയുമ്പോൾ പാവ് എന്ന് പറയും. ഈ ബോംബെയിലൊക്കെ കിട്ടുന്ന പാവ് മീൻസ് ബ്രെഡ്. അത് കട്ടിയുള്ള തിക്ക് ബൺ പോലെ ഇരിക്കുന്ന ബ്രെഡിനെയാണ് പാവ് എന്ന് പറയുന്നത്. ബ്രെഡിനെ ബേസിക്കലി പാവ് എന്നാണ് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല വിട്ട് വന്നു, ഒട്ടി ഇരിക്കാണ്ട് ഒന്ന് വിട്ട് വന്നു. ഫ്രഷ് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട്
നമ്മൾ റെഡിയായി, ഡിഷ് റെഡി. അടിപൊളിയല്ലേ? ഓ, കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ കഴിക്കാൻ. അപ്പം ഇതിന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവ് വെച്ചിട്ടാണ്. അത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവിനെ നമ്മൾ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ആ നടുക്ക് മുറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചാട്ട് മസാല, നമുക്കത് മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി, ചാട്ട് മസാല എന്ത് വേണമെങ്കിലും ഇടാം. എന്നിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഞാൻ ഇത്തിരി കീറിയിട്ട് ചാട്ട് മസാല ഇട്ട് കൊടുക്കും കേട്ടോ. ഇത് ഞാൻ ഇത്തിരി സ്പീഡിൽ കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അത് കാരണം ഇത്തിരി സ്പീഡിൽ കാണിക്കുകയാണ്. ഇങ്ങനെ നടുക്കുന്നതൊന്ന് മുറിച്ച് വെച്ചിട്ട് നമ്മൾ ചാട്ട് മസാല ഇട്ട് കൊടുക്കും. കുറച്ച് എണ്ണയും കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ പാൻ ഒന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചാട്ട് മസാല നടുക്കുന്നതാക്കിയിട്ട് അതിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളി നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഇത് ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. സംഭവം എന്ത് പെട്ടെന്ന് റെഡിയായി നോക്കിക്കേ. വിശന്ന് വരുന്ന ഒരാൾക്ക് ഓഫീസിട്ട് വരുമ്പോൾ ഇതൊക്കെ ചൂടായിട്ട് കിട്ടുവാണെങ്കിൽ, അല്ലെ പിള്ളേർ കളിച്ചിട്ട് കുത്തി മറിഞ്ഞിട്ട് വരുമ്പോൾ അവർക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു നോക്കിക്കുക, അവർ പടപടേന്ന് തീർക്കും. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സോ താങ്ക് യു വൺസ് അഗെയിൻ ഫോർ വാച്ചിങ്. ഹാപ്പി മൊമെന്റ്സ്. ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. അപ്പം നല്ല രസമുള്ള പാവും അതിൻ്റെ മുട്ട ബുർജിയും കണ്ടോ, അടിപൊളിയാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ടേസ്റ്റി.